പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവനാമത്തിൽപ്പെടുമാറായിട്ട് ഈ മിനിറ്റുകളിൽ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ ചേർന്നിരിക്കുവാൻ സ്വർഗത്തിൽ ദൈവം ഒരുക്കി തന്നിരിക്കുന്ന നല്ല കൃപകൾക്കായി, നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെല്ലാവരും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹം. വായിച്ചട്ടെ. വിശുദ്ധ പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം എഴുതി: അനന്തരം മോശ ഇസ്രായേൽ ജനത്തിന് ചെങ്കടൽ പ്രയാണം ചെയ്യിച്ചിട്ട് അവർ ശൂർ മരുഭൂമിയിൽ ചെന്ന് 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. ഒരു നിമിഷം പ്രാർത്ഥിക്കും. കർത്താവേ, ഈ വചനത്തിലൂടെ അങ്ങയുടെ ആത്മാവിനോട് ശക്തമായി സംസാരിക്കണം. ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും വചനത്തിനകത്ത് പ്രവർത്തിക്കുന്ന ദൈവശക്തി ഇതിനകത്ത് ശക്തമായി വെളിപ്പെടാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞാനോ കുറയണം, അങ്ങയുടെ നാമമോ വളരണം. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബൈബിൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നു. വിശുദ്ധ പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഫറവോൻ അടിമത്തിൽ കിടക്കുന്ന ഇസ്രായേൽ ജനത്തെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ഒരു ഭക്തനായ ഒരു മനുഷ്യൻ യാത്ര ചെയ്ത് തന്നെ ഏൽപ്പിച്ച ജോലി വിശ്വസ്തയോട് ചെയ്ത് തന്നെ ഏൽപ്പിക്കുന്ന രീതിയിൽ തന്നെ നടന്ന് ഇസ്രായേൽ ജനത്തെ എത്തിക്കേണ്ട വഴിയിലൂടെ എല്ലാം യാത്ര ചെയ്ത് വരുമ്പോൾ തൻ്റെ ജീവിതത്തിലുള്ള ഒരു പ്രതിസന്ധി കടന്നു വന്നു. അത് ചെങ്കടലായിരുന്നു. ആ ചെങ്കടലിൻ്റെ മധ്യേ പരാജയപ്പെട്ടു എന്ന് കരുതിയ ലോകത്തിന് മധ്യേ പരാജയത്തിന് വിട്ടുകൊടുക്കാത്ത ദൈവം മോശയെ ആ ചെങ്കടലിൽ കൂടെ പ്രയാണം ചെയ്യിപ്പിച്ചു. ബൈബിൾ എഴുതിയിരിക്കുന്ന അനന്തരം മോശ ഇസ്രായേൽ ജനത്തിനെ ചെങ്കടലിൽ പ്രയാണം ചെയ്യിപ്പിച്ചു. കാരണം ചെങ്കടൽ അവസാനമെന്ന് കരുതിയപ്പോൾ ജനം കരുതിയത് ചെങ്കടൽ കൊണ്ട് അവസാനമാണ്, ഇനി അങ്ങോട്ടില്ല എന്ന് കരുതിയപ്പോൾ ബൈബിൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: മോശ ഇസ്രായേലിനെ ചെങ്കടലിൽ പ്രയാണം ചെയ്യിപ്പിച്ചു. ഇന്ന് മിനിറ്റ് ഞാനൊരു ദൂത് പറയട്ടെ. നിങ്ങളുടെ ലൈഫിനകത്ത് എന്തൊക്കെയാണോ അവസാനം എന്ന് കരുതുന്നത്, എന്നാൽ അവിടെ നിന്ന് ഒരു പ്രയാണമുണ്ട്. കാരണം ചെങ്കടലിൻ്റെ കരയിൽ വെച്ച് ജനമെല്ലാം മോശയെ ഒറ്റപ്പെടുത്തി. താൻ എന്ത് ചെയ്യണമെന്നറിയാതെ, താൻ എങ്ങോട്ട് പോകണമെന്നറിയാതെ ഭാരപ്പെട്ട് നിന്നൊരു സാഹചര്യം മോശയ്ക്കുണ്ടായി. ആ സാഹചര്യത്തിൽ മോശ സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിച്ചു കരഞ്ഞപ്പോൾ ഒരു വഴിയുമില്ലാതിരുന്ന സാഹചര്യത്തിനകത്ത് ഒരു വഴിയുണ്ടായി. എന്നാൽ ഇവിടെ അപ്രകാരം എഴുതി കണ്ടായിരുന്നു: മോശ ഇസ്രായേൽ ജന ചെങ്കടലിൽ പ്രയാണം ചെയ്യിപ്പിച്ചു. കാരണം സാധ്യതയില്ലാത്തടത്തൊരു പ്രയാണമുണ്ടായി. ഇന്ന് നിങ്ങളോട് പറയാം, നിന്റെ ലൈഫിനകത്ത് ഇനിയൊരു സാധ്യതയില്ല എന്ന് നീ പറഞ്ഞു നിൽക്കണമെങ്കിൽ എഴുതി വെച്ചോ, ഇത് നിന്റെ അവസാനമല്ല, ഒരു പ്രയാണമാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ മിനിറ്റുകൾ വചനം ശ്രദ്ധിക്കുന്ന നിങ്ങളോട് ഞാൻ സംസാരിക്കട്ടെ. ഇത് അവസാനമല്ല, ഒരു പ്രയാണമാണ്. ചെങ്കടൽ നോക്കി ലോകം പറഞ്ഞു ഇത് അവസാനമാണ്. അമ്മയെ കൂടെയുള്ളവർ പറഞ്ഞു അവസാനമാണ്. പക്ഷെ അടുത്ത മിനിറ്റ് അവിടെ എന്തു സംഭവിച്ചു? സ്വർഗത്തിലെ ദൈവം അവർക്ക് യാത്ര ചെയ്യാനുള്ള വഴി ആ ചെങ്കടലോളമായി. ഇന്ന് ഈ മിനിറ്റ് വചനം ശ്രദ്ധിക്കുക. നിങ്ങളോട് പറയട്ടെ, നിന്റെ ലൈഫിനകത്ത് ഒരു പ്രയാണത്തിന്റെ കാലം ആരംഭിക്കാൻ പോകുന്നു. എവിടെയാണോ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തി ഇനി അപ്പുറത്തില്ല എന്ന് പറയുന്നിടത്ത് യേശുവിന്റെ നാമത്തിൽ നിനക്കൊരു പ്രയാണമുണ്ട്. ശ്രദ്ധിച്ചേ, ബൈബിൾ എഴുതി കണ്ടായിരുന്നോ? മോശ ഈ ഇസ്രായേൽ ജനത്തിന് ചെങ്കടലിൽ പ്രയാണം ചെയ്യിപ്പിച്ചു. പ്രയാണമുണ്ട്. ഏത് പ്രതിസന്ധിയിൽ നിനക്കൊരു യാത്രയുണ്ട്. ഫിനിഷിംഗ് അല്ല, ഫിനിഷിംഗ് എന്ന് കരുതി. കാരണം ഒരിക്കൽ ഏലിയാവെന്ന് പറഞ്ഞൊരു ഭക്തനുണ്ട്. ചൂരച്ചരീര തണലിൽ എല്ലാം അവസാനിച്ചു, ഇതോടെ തീർന്നു 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 നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ തന്നെ വന്ന് തട്ടിയിട്ട് പറഞ്ഞില്ല, എഴുന്നേറ്റ് തിന്നുകുടിക്ക്, നിനക്ക് ഇനിയും യാത്ര ചെയ്യാനുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ കുഞ്ഞേ, നീ എവിടെയാണോ പ്രതികൂലത്തിന്റെ മധ്യേ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിൽക്കുകയാണെങ്കിൽ എഴുതി വെച്ചോ, നിനക്കൊരു പ്രയാണമുണ്ട്. മോശ ഫിനിഷിംഗ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അവിടുന്ന് ഒരു പ്രയാണം ഉണ്ടായതുപോലെ ഏലിയ പറഞ്ഞില്ല, ചൂരച്ചരീര തണലിൽ തീർന്നു, ഇതോടെ അവസാനിച്ചു എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ അവിടെ നിന്നൊരു യാത്ര കുറിച്ച് പരിശുദ്ധാത്മ പറഞ്ഞെങ്കിൽ, അവിടെ നിന്നൊരു യാത്രയിലേക്ക് ഏലിയ കടന്നുപോയെങ്കിൽ ഇന്ന് നീ വിശ്വസിക്കുക, നീ എവിടെയാണോ ഫിനിഷിംഗ് എന്ന് പറയുന്നത് അവിടെ നിന്ന് നിനക്കൊരു യാത്രയുണ്ട്. രഹസ്യാധര ഇന്ന് പകൽ വിശ്വസിക്കാൻ കഴിയുക. നീ വിശ്വസിക്കുക, നിന്റെ ലൈഫിനകത്ത് എവിടെയാണോ തോറ്റുപോയേ അവിടെ നിനക്കൊരു യാത്രയുണ്ട്. നീ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. നീ പുറകിലേക്കല്ല, മുന്നിലേക്ക് പോകും. ഒന്ന് വിശ്വസിക്കാമോ? നിനക്കൊന്ന് സമർപ്പിക്കാമോ? ആയിരിക്കുന്ന സ്ഥാനത്ത് നീ തോറ്റവനായിട്ടല്ല, നിന്നെ ജയിപ്പിക്കുന്നവനായി കൂടെ നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, ഈ വചനം ശ്രദ്ധിച്ച് എല്ലാവർക്കും ഞാൻ പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, മോശ ഇസ്രായേൽ ജനത്തെ ചെങ്കടലിലൂടെ പ്രയാണം ചെയ്യിപ്പിച്ചു. ഇനി അങ്ങോട്ടൊരു പ്രയാണമില്ല എന്ന് പറഞ്ഞ് നിന്നെടുത്ത് ഒരു പ്രയാണം ഉണ്ടാക്കിയെങ്കിൽ, ഏലിയാവ് എന്ന് പറയുന്ന ഭക്തൻ ഇനി അങ്ങോട്ടില്ല എന്ന് പറയുന്നിടത്ത് അടുത്തൊരു യാത്ര ഉണ്ടാക്കിച്ച ദൈവമുണ്ടെങ്കിൽ ഇന്ന് ഈ മിനിറ്റുകളിൽ ദൈവത്തിന്റെ വചനം ശ്രദ്ധിച്ച് സകല പേർക്കായും പ്രാർത്ഥിക്കുന്നു. ഇവിടെ ലൈഫിനകത്ത് ദൈവത്തിന്റെ ഒരു പ്രവൃത്തി
ഈ മിനിറ്റുകൾ സംഭവിക്കാൻ പോകുന്നതിനായി സ്തോത്രം. അങ്ങയുടെ ചിറകിൻ മറകിൽ തൻ്റെ കുഞ്ഞുങ്ങളെ വഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.